നമസ്കാരം. വീടിടം വിദ്യയാക്കുന്നവൾ വിദ്യ. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് പണ്ടേതോ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുഭവസ്ഥർ പറയും കൂടുമ്പോൾ കൂട്ടാടി നടക്കുന്നതാണ് കുടുംബമെന്ന്. കൊച്ചിലെ ഞാൻ മലയാള അക്ഷരമൊക്കെ പഠിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാ ഇതിനും മാത്രം അക്ഷരം? ക ഖ ഗ ഘ ങ. ഒരു കാ പോരെ? ച ഛ ജ ഛ ഞ. ഒരു ച പോരെ? പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, മലയാളത്തിൽ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ സ്ഥാനവും വിലയും ഉണ്ടെന്ന്. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെ പോലെ ഒരു വ്യക്തിക്ക് പകരമാവാൻ വേറൊരു വ്യക്തിക്ക് സാധിക്കും. പക്ഷെ 100% ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രം. ഞാൻ കൊച്ചിലെ പഠിക്കുമ്പോൾ ഈ ഘടികാരത്തിലെ ഖ എഴുതാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ ഘടികാരവും നമ്മുടെ കുടുംബവും തമ്മിൽ ഈ ചക്കയും ചക്ക അരക്കും പോലത്തെ ഒരു വിട്ടുപിരിയാത്ത ഒരു ബന്ധമുണ്ടെന്ന്. ചേച്ചിയെ, തലകർത്തി ആ ക്ലോക്കിലോട്ടൊന്ന് നോക്കിക്കേ. എന്താണ് ആദ്യം കണ്ണിൽ പതിയുന്നത്? ആ ക്ലോക്കിലെ നമ്പേഴ്സ് അല്ലേ? ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തക്കാരും അയൽക്കാരും ഒക്കെയാണ്. ഇവരെപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് അനങ്ങാപ്പാറയായിട്ട് കാണും. നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ അപ്പൊ കുറവും കുറ്റവും കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ചോദിക്കും, കുറവും കുറ്റവും മാത്രമേ കണ്ടുപിടിക്കുകയുള്ളൂ എന്ന്. 1:50 ചേച്ചിയായി മണി എത്രയായി നമ്മളൊന്ന് ചോദിച്ചു നോക്ക്. 2 ഇനിയും 10 മിനിറ്റ് ഉണ്ട്. 1:50 എന്നവർ പറയൂല. അതുപോലെ ആ കൊച്ചു ഡോക്ടറായ ചേച്ചിയാന്ന് ചോദിച്ചു, ഇനിയും 2 കൊല്ലം കൂടെ പഠിക്കണം എങ്കിലേ ഡോക്ടർ ആവുള്ളൂ. അങ്ങനെ പറയുന്നവരാണ് ബന്ധുക്കൾ, സ്വന്തക്കാർ. പക്ഷെ ഇവരെ നമ്മൾ വെറുപ്പിക്കരുത്. കാരണം നമ്മൾ പോലും തിരിച്ചറിഞ്ഞൂടാത്ത നമ്മുടെ കുറച്ച് കുറ്റവും കുറവും ഒക്കെ സമയാസമയം കണ്ടുപിടിച്ച് നമ്മളെ അറിയിക്കുന്നതിന് ഈ നമ്പേഴ്സിന് ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്. ഇനി അയൽക്കാർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴക്കോ അതിന്റെ ഇടയിൽ കൈതട്ടി എന്തെങ്കിലും ഒരു പാത്രമോ വല്ലതും താഴെ വീണ് പോവുകയാണെങ്കിൽ ഉടനെ അവരവരെ വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ജനലി വന്ന് വവ്വാലിനെ പോലെ തൂങ്ങിക്കിടന്ന് എത്തിയ ഒരു നോട്ടമാണ്. പക്ഷെ നമ്മുടെ ബന്ധുക്കൾ ആ പരിസരത്ത് കാണില്ല. ഈ കർക്കിടകവാവിന്റെ നമ്മൾ ബലിക്കാക്കെ അന്വേഷിച്ച് നടക്കുന്ന പോലെ ഇവരെ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ ആ കുടുംബത്ത് ആ വഴക്കുണ്ടാവാൻ ഈ ബന്ധുക്കളായിരിക്കും കാരണം. സ്വാഭാവികം. ഇനി ഈ ക്ലോക്കിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ മണിക്കൂർ സൂചിയാണ്. അത് നമ്മുടെ കുടുംബത്തിലെ മക്കളാണ്. ഇതിനെയൊക്കെ നേരാവണ്ണം തള്ളി നീക്കാനാണ് ബാക്കിയുള്ളതെല്ലാം കിടന്ന് പാടുപെടുന്നത്. കൊച്ചിലെ ഞാനും എന്റെ ചേട്ടനും ഒക്കെ അടി കൂടുന്നത് ടിവിയുടെ റിമോട്ടിനോ പൊരിച്ച മീനിന്റെ വാൽ കഷ്ണത്തിനോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മളെ മക്കളൊക്കെ അടി കൂടുന്നത് പിതൃത്വത്തെ ചൊല്ലിയാണ്. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട. ഫ്രീ ഫയർ ഗെയിമിലെ അലോക്കിന്റെ അച്ഛനാണ് വീരപ്പൻ എന്നും, ഇല്ല കട്ടപ്പയുടെ കുഞ്ഞമ്മേരെ മോനാണ് അലോക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഇതുങ്ങൾ അടി കൂടുന്നത്. ഇതുങ്ങൾക്ക് അടി കൂടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കീരിയും പാമ്പും ഒക്കെ എന്ന് ഉപമിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. നമ്മുടെ പപ്പനാഭന്റെ മുന്നിലെ ഏത്തമണിയിലെ മുട്ടനാടുകളില്ലേ, ഈ മണിക്കൂറിന് വന്ന് ഇടിച്ചിട്ട് പോണതുപോലെ, അതുപോലെ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതുങ്ങൾ ഇപ്പോൾ വഴക്ക് കൂടുന്നത്. പക്ഷെ എല്ലാ വഴക്കും കഴിഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങണ കാണണം. നമ്മുടെ സർദാർ കോമക്കുറുപ്പിനെ കൃഷ്ണക്കുറുപ്പിനെയൊക്കെ പോലെ നിങ്ങൾ എന്തിനാണ് അടി കൂറുന്നതെന്നുള്ള കാര്യമെങ്കിലും നമുക്കൊന്ന് വ്യക്തമാക്കി തരണ്ടേ? ആ വ്യക്തമല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ആൾ സെക്കൻഡ് സൂചി. മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം പോരാളി. നമ്മൾ ഈ പോരാളി തീരുമാനിക്കും ഒരു കുടുംബത്തിലുള്ളവർക്ക് എത്ര സമയം കൊടുക്കണം, കൊടുക്കാതിരിക്കാം, അവർ എപ്പോഴൊക്കെ നീങ്ങണമെന്ന്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നും ചെയ്യാതിരിക്കാമെന്നും എന്തൊക്കെ മാറ്റം വരുത്തണമെന്നുള്ള ചാർട്ട് വരെ ഈ പോരാളിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ടി വിയിൽ ബഡ്ജറ്റ് അവതരണമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പുച്ഛവും. കാരണം അമ്മയൊക്കെ ഡീൽ ചെയ്യണ പോലെ ഒരു കാര്യവും ആരും ഡീൽ ചെയ്തിട്ടില്ലല്ലേ. തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് കൊടുക്കാൻ അച്ഛൻ തരുന്ന പൈസ കൊണ്ട് സ്വന്തം വീട്ടിലൊരു കല്യാണം വരെ നടത്താൻ നമ്മുടെ അമ്മമാർക്ക് കഴിവുണ്ട്. കൊച്ചിലെ അച്ഛനെ പറ്റിച്ചിട്ട് അച്ഛ അൽഗോരിതം ടേബിളിന്റെ കാലൊടിഞ്ഞ് പൈസ കൊണ്ടുപോകണമെന്നും, മാത്സ് ടീച്ചറിന് ടാൻ തീറ്റയും കോസ് തീറ്റയൊക്കെ വാങ്ങിക്കണമെന്നും, പീരിയോഡിക് ടേബിളിന് കുറച്ച് പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പറ്റിച്ച് നമ്മൾ പൈസ ഇസ്കുമ്പോൾ അമ്മ ഒന്നുമില്ലാതെ കൂളായിട്ട് പോയി അച്ഛൻ തൂക്കിയിട്ടിരിക്കുന്ന ശക്തിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റണം കണ്ടിട്ടുണ്ട്. അച്ഛൻ കാശ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അന്യൻ സിനിമയിലെ പ്രകാശ് രാജിനെ കണ്ടതുപോലെ നമ്മൾ ഞെട്ടി ഒരു നിപ്പുണ്ടല്ലേ. അമ്മയൊക്കെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കിയിരുന്നെങ്കിൽ അമേരിക്കയൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്നനെ. ഇന്ത്യ മൂടോടെ നമ്മുടെ കുടുംബത്തിൽ. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്മയത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഈ മിനിറ്റ് സൂചി ഇടയ്ക്കിടയ്ക്ക് വരട്ട്, സെക്കൻഡ് സൂചി വരട്ട് പറഞ്ഞു കൊടുക്കട്ടോ. അല്ലേ, ഈ സെക്കൻഡ് സൂചി എന്ന് പറയുന്നത് നമ്മുടെ ഡാഡി അല്ലേ, അല്ലാതെ ഡാഡി ഗിരിജയൊന്നും അല്ലല്ലോ. പക്ഷെ അമ്മ പറയുന്നതിലും ഒരു കാര്യമുണ്ട്. ഈ മാത്സ് ടീച്ചർ ഒരു വർഷം കുത്തിയിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുമ്പോൾ പഠിക്കാത്ത ഇക്വേഷൻസ് ഒക്കെ പരീക്ഷയുടെ അന്ന് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് കയ്യും കാലും കാണിച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തൂലേ. അതുപോലെയാണ്
രാവിലെ മുതൽ പാതിര വരെ അമ്മ പറഞ്ഞ അനുസരിക്കാത്ത കാര്യമൊക്കെ അച്ഛന്റെ ഒറ്റ വാക്കിൽ അങ്ങ് ഓക്കെ ആയിരിക്കും. പക്ഷെ ആകെ ഒരു വ്യത്യാസം, പെമ്മക്കക്ക് അച്ഛൻ അമരത്തിലെ മമ്മൂട്ടിയാണെങ്കിൽ ആമക്കക്ക് സ്ഫടികത്തിലെ ചാക്കോ മനുഷ്യായിരിക്കും. ബബ്ബബ്ബബ്ബ. പിന്നെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതാണ് എല്ലാ അച്ഛന്മാരുടെയും ഒരു തീരുമാനം. പക്ഷെ അച്ഛനൊക്കെ അത് രാഷ്ട്രീയത്തിൽ മാത്രം എടുക്കൂല. കാരണം അവന്മാര് അറഞ്ചാം മുറിഞ്ചാം വെട്ടിക്കളയും. അച്ഛനാണെങ്കിൽ 50 കൂടുതൽ എണ്ണാനും അറിഞ്ഞൂടാ. ടിവിയിലെ റിമോട്ടും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണ അച്ഛന് പക്ഷെ മക്കൾക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യാനും ഒരു മടിയും ഉണ്ടാവില്ല. ഒരു ദിവസം എൻ്റെ അച്ഛൻ ഒരു വാഴക്കൊന്നും എടുത്തോണ്ട് ഞാനൊന്ന് പൂജപ്പുര വരെ പോയിട്ട് വരാമേ എന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അച്ഛൻ പോയപ്പോൾ എനിക്ക് എന്തോ ആ ബാലേട്ടൻ സിനിമ അങ്ങ് കത്തി. അതില് നമ്മുടെ നെടുമുടി വേണിച്ചേട്ടൻ ഒരു മാവിൻ തൈയും കൊണ്ട് മൂകാംബികയിൽ പോണ ഒരു പോക്കുണ്ട്. എന്നിട്ട് ബാലേട്ടന്റെ തലയിൽ ഒരു പുതിയ റേഷൻ കാർഡ് എടുത്തങ്ങ് വെച്ചു കൊടുക്കും. ഇനി അച്ഛനെങ്ങാനും അമ്മയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പുറകെ വിട്ടു പോയി നോക്കിയപ്പോൾ ആ സാധു മനുഷ്യൻ കുഞ്ചാലമൂടിന്റെ റോഡിലുള്ള കുഴിയിൽ വാഴക്കൊന്നും നട്ടുകൊണ്ടിരിക്കും. ഞാൻ പോയി ചോദിച്ചു, അച്ഛ എന്തിനച്ഛാ ഇതൊക്കെ ചെയ്യണത്? അച്ഛൻ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ അച്ഛന്റെ 2 വാഴയെങ്കിലും പഴം തിന്നൂലായിരുന്നാണ്. അപ്പൊ അച്ഛൻ വിപ്ലവം വിജയിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോക്ക് പോയതാണ്. പിറ്റേന്ന് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ SI വിളിപ്പിച്ചിരിക്കുന്നു. റോഡിൽ വാഴ വെച്ച് ഗോമാതാവിനെ അപകടത്തിലേക്ക് ആനയിച്ചെന്നും പറഞ്ഞ് കേസ് എടുത്തിരിക്കുന്നു. വല്ല കാര്യമുണ്ട്? പണ്ടൊക്കെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ ഗേറ്റ് തുറക്കണ സൗണ്ട് കേൾക്കുമ്പോൾ ഞാനും ചേട്ടനും ഒക്കെ ഒരു 10 വീട് കേൾക്കുമാറും ഇംഗ്ലീഷും മലയാളവും ഒക്കെ അങ്ങ് ഉറക്കെ അങ്ങ് വായിച്ച് ഭയങ്കര പ്രൊഫസറാണ്. പക്ഷെ ഇപ്പൊ അച്ഛൻ വരണ കാണണം പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ ഗേറ്റിന്റെ കുറ്റിയെടുത്ത് മുറ്റത്തൂടെ പതുക്കെ വന്ന് സിറ്റ് ഔട്ടിൽ വന്ന് മുട്ടിലകഞ്ഞ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കുഞ്ഞിക്കൂനല്ലേ വാസു അണ്ണനെ പോലത്തെ ഒരു ഫിഗർ മുട്ടിലകഞ്ഞ് വന്നിട്ട് വാതിലിന്റെ അവിടെ നിന്നോണ്ട് ആര് പറഞ്ഞു മ്യാവൂ. അപ്പൊ എന്റെ ചെറുതിന്റെ റിപ്ലൈ, ഞാനാ നിങ്ങടെ കാത്തു. അവരുടെ ആ കൂട്ടുകെട്ട് കാണാൻ ഭയങ്കര രസവും. ഒരു സച്ചിനൊക്കെ ഉറങ്ങി എണീറ്റ് വരുമ്പോ കാണണം ഈ തലയിൽ 2 കൊമ്പൊക്കെ കെട്ടി വലിയ കറുത്ത കുത്ത് പൊട്ടിട്ട് കവളിൽ ഒരു കുത്തൊക്കെ അടിച്ചിട്ട് ഏതാണ്ട് മാമാട്ടിക്കുട്ടി അമ്മേരെ ഫിഗർ ചെയ്തതുപോലെ. ശരി തന്നെ, വിവരമുള്ളവർ പറഞ്ഞത് കറക്റ്റാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് തന്നെയാണ് കുടുംബം. സെക്കൻഡ് സൂചി പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെന്നറിയാം താനൊന്ന് നിന്ന് റെസ്റ്റ് എടുത്താൽ നിലനിൽക്കുന്നത് ആ ഘടികാരം എന്ന് പറയുന്ന ആ കുടുംബമാണ്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഐ ആം വിദ്യാ ബാലചന്ദ്രൻ, ഡോട്ടർ ഓഫ് ബാലചന്ദ്രൻ. താങ്ക് യു.